തിരുവനന്തപുരം കവടയാർ കൊട്ടാരത്തിലെ കോടികളുടെ ആഭരണ കവർച്ച മുൻകൂട്ടി ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയതെന്ന വിലയിരുത്തലിൽ പോലീസ്. കവർച്ച നടന്ന മാസത്തെ CCTV ദൃശ്യങ്ങൾ വീണ്ടെടുക്കാൻ കഴിയില്ലെന്ന് പോലീസിന് സ്ഥിരീകരണം ലഭിച്ചു. അന്വേഷണവുമായി ബന്ധപ്പെട്ട് ചെന്നൈയിലും ബംഗളൂരുവിലുമുള്ള കൊട്ടാരത്തിലെ ബന്ധുക്കളെ പോലീസ് വിളിച്ചുവരുത്തി ചോദ്യം ചെയ്യുകയാണ്. 2025 നവംബറിൽ കൊട്ടാരത്തിലെ മുറിക്കുള്ളിലെ അലമാരിയിൽ സൂക്ഷിച്ചിരുന്ന 2 കോടി വില മതിക്കുന്ന ആഭരണങ്ങൾ നഷ്ടമായെന്നായിരുന്നു പരാതി. നവംബറിൽ നടന്ന കവർച്ചയിൽ പോലീസിൽ പരാതി നൽകിയത് 2026 മാർച്ചിലായിരുന്നു. ഈ കാലതാമസം അന്വേഷണത്തിൽ തിരിച്ചടിയായെന്നാണ് പോലീസ് നിഗമനം. പരാതി ലഭിക്കാൻ വൈകിയത് കാരണം നവംബറിലുള്ള കൊട്ടാരത്തിലെ CCTV ദൃശ്യങ്ങൾ ശേഖരിക്കാൻ പോലീസിന് കഴിഞ്ഞില്ല. ദൃശ്യങ്ങൾ റിട്രീവ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും അത് കഴിയില്ലെന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന ശാസ്ത്രീയ സ്ഥിരീകരണം. ഇതോടെയാണ് കവർച്ച ആസൂത്രിതമായി നടപ്പാക്കിയതെന്ന് പോലീസ് സംശയിക്കുന്നത്. കവർച്ച നടന്ന മാസം കൊട്ടാരം സന്ദർശിച്ച ബന്ധുക്കളെ ചോദ്യം ചെയ്തു വരികയാണ്. 20 പേരെ ചോദ്യം ചെയ്തു. ബംഗളൂരു, ചെന്നൈ എന്നിവിടങ്ങളിലുള്ളവരെ വിളിച്ചുവരുത്തിയാണ് ചോദ്യം ചെയ്യുന്നത്. ഇനിയും കുറച്ചുപേരെ കൂടി ചോദ്യം ചെയ്യും. കൊട്ടാരവുമായി ബന്ധപ്പെട്ടവരുടെ മൊബൈൽ വിവരങ്ങൾ പരിശോധിക്കാനും നീക്കം നടക്കുന്നുണ്ട്. ഷഫീദ് റൌത്തർ, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.